ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഡിസ്കൗണ്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഈസ്റ്റർ വിഷു സ്പെഷ്യൽ ഡിസ്കൗണ്ട് സെയിലാണ്. അപ്പോൾ താല്പര്യം ഉള്ള ഏത് സാരിയാണെന്ന് വെച്ചാൽ എല്ലാ സാരീസും തന്നെ ലിമിറ്റഡ് പീസസ് ആണ്. അപ്പം താല്പര്യമുള്ള ഏത് സാരിയാണെന്ന് വെച്ചാൽ അത് ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ വൈറ്റ് കോട്ടൺ ചെക്കോട്ട സാരീസാണ്. എല്ലാ സാരീസും തന്നെ വിത്ത് ബ്ലൗസ് പീസാണ്. അത്യാവശ്യം നല്ലോണം എംബ്രോയ്ഡറി താഴെ ബോട്ടം പ്ലീറ്റ്സിലും ഫ്രണ്ടിലും എല്ലായിടത്തും ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ട് ചെയ്തിരിക്കുന്ന സാരീസാണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന സാരീസ് നിങ്ങൾ സാരീസിൻ്റെ മെഷീൻ എംബ്രോയ്ഡറി ചെയ്ത് അല്ലാണ്ട് എംബ്രോയ്ഡറി ചെയ്ത എല്ലാ സാരീസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സാരീസിൻ്റെയൊക്കെ ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഡിസൈൻസ് എല്ലാം ഞാൻ ഓരോ ഡിസൈൻസും റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഡിസൈൻസ് റിപ്പീറ്റ് ചെയ്താലും അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റിച്ചസ് ഡിഫറെൻ്റ് ആയിട്ട് എടുക്കും. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു സെയിം ഡിസൈൻ തന്നെ ഒരു സാരിയിൽ ഒരു സ്റ്റിച്ചൊക്കെ ലേസിയാ ചെയ്തേ എന്ന് വെച്ചാൽ ആ സെയിം ഡിസൈൻ വേറൊരു സാരിയിൽ തയ്ക്കുമ്പോൾ ലേസി അല്ലാണ്ട് വേറെ ഏതെങ്കിലും സ്റ്റിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ യുണീക്ക് ആയിട്ടുള്ള ഡിസൈനും സ്റ്റിച്ചസും ആണ് ഞാൻ ഇപ്പോഴും ഓരോ സാരീസിലും ചെയ്യുന്നത്. പിന്നെ റീക്രിയേഷൻ വരുമ്പോൾ ആ സെയിം ഇത് തന്നെ വരാറുണ്ട്. അതല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും ഡിസൈൻ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റിച്ചസിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ നീറ്റ്നെസ് ആണ്. നമ്മൾ ബാക്ക് സൈഡ് നോക്കിയാലും വളരെ നീറ്റായിട്ടുള്ള നൂല് നീണ്ടു ഇരിക്കുന്നതോ അല്ല ഒത്തിരി വലിക്കുന്നതോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാണ്ട് വളരെ നീറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന എംബ്രോയ്ഡറീസ് ആണ്. ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ പ്രത്യേകത അതാണ്. വളരെ നീറ്റായിട്ട് മെഷീനിൽ വരുമ്പം ഇങ്ങനെ നൂല് നീണ്ടു പോകും. ഇതതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഇതില്ലാണ്ട് വൃത്തിയായിട്ട് ഓരോ ഇതും ചെയ്ത് കഴിഞ്ഞ് നോട്ടിട്ടിട്ടാണ് അടുത്തതിലോട്ട് പോകുന്നത്. വളരെ നീറ്റ് ആൻഡ് വെൽ സ്റ്റിച്ച്ഡ് സാരീസാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ 4 സാരീസാണ് നമ്മളിന്ന് കാണുന്നത്. എല്ലാം തന്നെ വിത്ത് ബ്ലൗസ് പീസസ് ആണ്. വളരെ ഒത്തിരി കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനിലും അല്ല ചെയ്തിരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാം തന്നെ ബഡ്ജറ്റിൽ വരുന്ന സാരീസാണ്. അപ്പോൾ അത് ഡിസൈൻസ് എവിടേക്കാണ് വരുന്നതെന്നുള്ളത് നമുക്കിന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ വൈറ്റ് സാരി. വൈറ്റ് ചിക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് പേർപ്പിൾ കളർ ത്രെഡും കൊണ്ട് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ലീവ്സ് ലൈറ്റ് ഗ്രീനും പെറ്റൽസ് തയ്ച്ചിരിക്കുന്ന ഡാർക്ക് പേർപ്പിളും ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. നടുക്ക് ഒരു പേളും വെച്ചിട്ടുണ്ട്. മുന്താണിയിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞു ഡിസൈൻ ഇതുപോലത്തെ ഒരു പൂവും ലീഫും ആയിട്ടുള്ള ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത്. അങ്ങനെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഈ നമ്മുടെ ഷോൾഡർ പ്ലീറ്റിൽ ഷോൾഡർ പ്ലീറ്റല്ല റണ്ണിങ് പോർഷനിൽ കണ്ടുവരത്ത ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇതൊരു വളരെ സിമ്പിളായിട്ടത് ഇതുവരെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ വന്നത്. അങ്ങനെ ഫുൾ പാറ്റേൺ ഇല്ല. ഒരു ഫ്ലവറും ലീവ്സും ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വൈറ്റിൻ്റെ അകത്ത് ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈൻ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്നത്. അപ്പോൾ കളർ കോമ്പിനേഷൻ ഒരു വ്യത്യാസമുണ്ട്. സാരിയിൽ ഡാർക്ക് ഷെയ്ഡ് ഫ്ലവർ ആണെങ്കിൽ ബ്ലൗസിൽ ലൈറ്റർ ഷെയ്ഡ് ഫ്ലവറും ഈ മേളിൽ വരുന്നതിന് ഡാർക്ക് ഷെയ്ഡും വരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇത് ഇപ്പം മുന്താണിയിലൊരു ഡിസൈൻ, റണ്ണിങ് പോർഷനിലൊരു കുഞ്ഞ് ഡിസൈൻ, കാലിൻ്റെ അവിടെ ഒരു മീഡിയം സൈസ് ഡിസൈൻ, ഷോൾഡർ പ്ലീറ്റിൽ 2 വലിയ ഡിസൈൻ, പിന്നെ ബ്ലൗസ് പീസുമാണ് ഉള്ളത്. റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1349 ആണ്. വൈറ്റ് കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഇപ്പോൾ സമ്മർ സീസണിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ. അതിൻ്റെ അകത്ത് സിമ്പിളായിട്ടുള്ള എംബ്രോയ്ഡറി ആയിട്ടുള്ള വിത്ത് ബ്ലൗസ് പീസാണ് ഈ സാരി വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. പേർപ്പിളും ലാവൻഡറും ലൈറ്റ് ഗ്രീനും ആയിട്ടുള്ള ഇത്. അതിന് ആ ഒരു ഡിസൈൻ ആ ഫ്ലവറിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് നടുക്കൊരു പേളും കൂടെ വെച്ചേക്കണമായിരുന്നു. നല്ലൊരു പ്രൊജക്ഷനും കിട്ടുന്നുണ്ട്. ഇതുപോലെയാണ് ഈ സാരി വരുന്നത്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു വളരെ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. വൈറ്റ് കോട്ടൺ ചെക്കോട്ട സാരിയിനകത്ത് നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള യെല്ലോയും അതുപോലെ തന്നെ
ഒരു പിങ്കിൻ്റെ തന്നെ ഒരു വളരെ പിങ്കും പീച്ചും കൂടെ കലർന്ന ഒരു ഷെയ്ഡാണ് ബേബി പിങ്ക്. ആ ഒരു ഷെയ്ഡ് വരുന്ന ഒരു ത്രെഡും നടുക്ക് ബേബി ബ്ലൂവും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിലും ബേബി ഗ്രീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം വളരെ ലൈറ്റർ ഷെയ്ഡ് ഇത് യൂസ് ചെയ്തിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ഫ്ലവേഴ്സ്, സ്ട്രേറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് ലീവ്സും സ്റ്റെം സ്റ്റിച്ചും, സാറ്റിൻ സ്റ്റിച്ച് വെച്ച് നടുക്ക് ഫ്ലവറിൻ്റെ നടുക്കും ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയിലുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റണ്ണിങ് പോർഷനിലും തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ എടുത്തു പറയാനുള്ളത്, ഈ പ്രായമായ ആൾക്കാർക്ക് കളർ ഇപ്പം പൊതുവേ പലർക്കും കളറ് ഒത്തിരി കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ ഇഷ്ടമല്ലാത്ത പല ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഒട്ടും എടുത്ത് നിൽക്കില്ല, എന്നാൽ നല്ലോണം നല്ലോണം എന്നല്ല, അങ്ങനെ ആവശ്യത്തിന് കാണാൻ പറ്റിയ രീതിയിലുള്ള ഒരു വർക്കുമാണ്. അപ്പം റണ്ണിങ് പോർഷനിൽ അതുപോലത്തെ ഡിസൈൻ കഴിഞ്ഞു. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ അടുപ്പിച്ച് 4 ഇഞ്ച് ഗ്യാപ്പിൽ 3 അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു 7 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഒരു ഡിസൈൻ ഇതുപോലത്തെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ 4 ഡിസൈനാണ് ഇതുപോലത്തെ വരുന്നത്. ഇങ്ങനെയായിരിക്കും വരുന്നത്. ആദ്യത്തെ 3 കുറച്ച് 4 ഇഞ്ച് ഗ്യാപ്പിലാണെങ്കിൽ അടുത്തത് വരുന്നത് കുറച്ചും കൂടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടായിരിക്കും അടുത്ത ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ബോട്ടം പ്ലീറ്റ്സിലാണ്. ഇത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈനുണ്ട്. റൈറ്റ് ലെഗ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മുടെ ഫസ്റ്റ് പ്ലീറ്റ് വരും. അതുകൊണ്ട് ഫസ്റ്റ് പ്ലീറ്റിൽ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ 5 ഡിസൈനാണ്. ഒരേ പ്ലീറ്റിൽ ഇതുപോലത്തെ ഡിസൈൻസ് വരുന്നുണ്ട്. ഇങ്ങനെ 5 ഡിസൈനാണ് ബോട്ടം സൈഡിൽ നമുക്ക് വരുന്നത്. കാലിൻ്റെ ബോട്ടം പ്ലീറ്റ്സിൽ ഇതുപോലത്തെ 5 ഡിസൈനുണ്ട്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. ഇന്ന് കാണുന്ന എല്ലാ സാരിയിലും വിത്ത് ബ്ലൗസ് പീസ് ഉണ്ട്. കോട്ടൺ ചെക്കോട്ട മെറ്റീരിയലിൽ തന്നെ വിത്ത് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ്, സെയിം കളർ ബ്ലൗസ് പീസിൻ്റെ അകത്ത് ഈ സെയിം വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് സാരി വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കണ്ട് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1449 ആണ്. അടുത്തത് ഒരു വൈറ്റ് ചെക്ക് കോട്ടയ സാരിയുടെ അകത്ത് ഇതിൻ്റെ അകത്ത് മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഓഫ് വൈറ്റ്, യെല്ലോ, പിന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് വരുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. റോസിറ്റി സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വൂവൻ സ്റ്റിച്ച് എന്ന് പറയും. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ഫിഷ് ബോണുമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിസൈൻ, ഒരു യു ഷേപ്പ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ മുന്താണിയുടെ ഒരു വശത്ത് തയ്ച്ചിരിക്കുന്നത്. റണ്ണിങ് പോർഷനിലും ആ സെയിം ഡിസൈൻ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് അടുപ്പിച്ച് തയ്ച്ചിരിക്കുന്നത്. ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ 3 ഡിസൈൻ വരുന്നുണ്ട് ഫ്രണ്ടിൽ. ഇതുപോലെ ബോട്ടം പ്ലീറ്റിൽ ഇതുപോലത്തെ ഡിസൈൻസ് ആണ്. ഫുൾ ആർച്ച് പോലത്തെ ഡിസൈൻസ് അല്ല, ഇതുപോലത്തെ 2 ഫ്ലവർ പാറ്റേൺ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതും 5 എണ്ണമുണ്ട്. ബോട്ടം പ്ലീറ്റ്സിൽ 5 ഡിസൈനാണ് ഇതുപോലത്തെ വരുന്നത്. ഇങ്ങനെയാണ് ഡിസൈനിങ് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൽ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് എംബ്രോയ്ഡറി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്ന എംബ്രോയ്ഡറി. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1539 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത സാരി വൈറ്റ് ചെക്കോട്ട സാരിയുടെ അകത്ത് ഗ്രേപ്പ് വൈൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് വളരെ ലൈറ്റ് ഗ്രീൻ ആണ്. ഈ വീഡിയോ കാണുന്ന അത്രയും ഡാർക്ക് അല്ല, ലീവ്സിനൊന്നും തീരെ ലൈറ്റർ ഷെയ്ഡാണ്. മുന്താണിയിൽ അതുപോലത്തെ ഒരു ഡിസൈൻ വന്നിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് വന്നിരിക്കുന്നത്. 2 ഫ്ലവർ ആയിട്ടുള്ള ഡിസൈൻ 2 എണ്ണമാണ് നമ്മുടെ റണ്ണിങ് പോർഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ 3 അടുപ്പിച്ച് ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ 3 വരുന്നുണ്ട് ഫ്രണ്ടിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് 1 വരുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഫുള്ളും ഡിസൈനിങ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഇതുവരെ, പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുവരെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടം പ്ലീറ്റ്സ് ആണ്. ബോട്ടം പ്ലീറ്റ്സിൽ നമ്മൾ റണ്ണിങ് പോർഷനിൽ കണ്ടുവരുന്ന 2 ഫ്ലവർ പാറ്റേൺസ് ബോട്ടം പ്ലീറ്റ്സിൽ 5 തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നത്. ഇങ്ങനെ അടുപ്പിച്ച് ഓരോ പ്ലീറ്റ്സ് 10 ഇഞ്ച് ഗ്യാപ്പിലാണ് ഓരോ ഫ്ലവറും നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അങ്ങനെ 5 ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. ഇത് 6 strands ഇട്ടിട്ട് ലേസി ഡേസിയാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് ഡിസൈനിങ് ബ്ലൗസിൻ്റെ സ്ലീവിലും വരുന്നത്. ഇതെല്ലാം വിത്ത് ബ്ലൗസ് പീസാണ്. നല്ല നീറ്റ് ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറയാം. ഒന്നിൻ്റെ മടിയിൽ
വലിച്ച് ഒത്തിരി വലിക്കുമല്ലോ, കെട്ടിടുന്നതിൻ്റെ ഒത്തിരി നൂല് നീണ്ടിരിക്കുമോ അങ്ങനത്തെയുള്ള ഒരു ഇതും ഇല്ലാണ്ട് നീറ്റായിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത സാരീസാണ്. എല്ലാം തന്നെ വിത്ത് ബ്ലൗസ് പീസാണ് സാരീസ്. കോട്ടൺ മെറ്റീരിയലാണ്. സമ്മർ സീസണിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെറ്റീരിയലുമാണ്. അപ്പം താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് 1549 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള വൈറ്റ് ചെക്കോട്ട സാരീസ് വിത്ത് ബ്ലൗസ് പീസ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന സാരീസാണ് നമ്മളിന്ന് കണ്ടിരിക്കുന്നത്. എല്ലാം തന്നെ വളരെ ബഡ്ജറ്റിൽ വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏത് സാരിയാണെന്ന് വെച്ചാൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഡിസ്കൗണ്ട് സാരീസ് കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നാളെയും ഇതുപോലെ തന്നെ കൃത്യം 10:30 വെയിറ്റ് ചെയ്തിരിക്കുക. 10:30 ആകുമ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, bye bye.